ഷാൻ സ്പോക്കൺ ഹിന്ദി पर आप सभी का हार्दिक स्वागत है दोस्तों. നമുക്ക് പലപ്പോഴും പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ട് കഴിക്കുന്നില്ല, എന്തുകൊണ്ട് പോകുന്നില്ല, എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല, എന്തുകൊണ്ട് പഠിക്കുന്നില്ല, എന്തുകൊണ്ട് ചെയ്യുന്നില്ല. നമുക്കിനി ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇത്തരം വാക്യങ്ങൾ നമുക്ക് ഹിന്ദിയിൽ പറയാനായിട്ട് ഒരിക്കലും ഒരു ടെൻഷൻ വേണ്ട. ഒരു ചെറിയ സർജറി പ്രയോഗം നമ്മുടെ ക്രിയകളിൽ ചെയ്താൽ മതി. നമുക്കറിയാമല്ലോ, ഹിന്ദിയിലെ ക്രിയകളുടെ യഥാർത്ഥ രൂപമെന്ന് പറഞ്ഞാൽ ക്രിയകളുടെ കൂടെ ന എന്നുള്ളൊരു അംശം കൂടിച്ചേർന്നതായിരിക്കും. ഇതുപോലെ. ഇനി നമുക്ക് ഒരു ക്രിയ തിരഞ്ഞെടുക്കാം. നമുക്കിവിടെ കർണ എന്നുള്ള ക്രിയ തന്നെ എടുക്കാം. ഇനി നമുക്ക് കർണ എന്നുള്ള ക്രിയയിൽ നിന്നും അവസാനമുള്ള ഈ ന എന്നുള്ള ഈ അംശം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നാക്ക് പകരം നമുക്ക് തേ എന്നുള്ളൊരു അംശം നമുക്കിവിടെ കൂട്ടിച്ചേർക്കാം. ഇപ്പോൾ അതിൻ്റെ ഉച്ചാരണം വരും കർത്തേ. ഇനി ഇതിൻ്റെ കൂടെ വേണം നമുക്ക് ക്യോ നഹി കൂട്ടിച്ചേർത്ത് പറയാൻ. കർത്തേ ക്യോ നഹി. അതുമല്ലെങ്കിൽ നമുക്കത് തിരിച്ചും പറയാം, ക്യോ നഹി കർത്തേ. ഇതുപോലെ മറ്റു ക്രിയകളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ സംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ് ആപ്പ് എന്നാണെങ്കിലും തും എന്നാണെങ്കിലും രണ്ടു പേർക്കും ഈ ഒരു പ്രയോഗം തന്നെ നമുക്ക് പറഞ്ഞാൽ മതി. ആപ്പ് ക്യോ നഹി കർത്തേ, ആപ്പ് കർത്തേ ക്യോ നഹി. താങ്കൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ തും ക്യോ നഹി കർത്തേ, തും കർത്തേ ക്യോ നഹി. നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല. നമുക്കിവിടെ പറയുന്നത് ഒരു സ്ത്രീയോടാണെങ്കിൽ മാത്രം കർത്തേ എന്നുള്ളത് കർത്തി എന്നാക്കി മാറ്റാൻ മാത്രം ശ്രദ്ധിക്കുക. ആപ് ക്യോ നഹി കർത്തി, താങ്കൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല. താങ്കൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല. ആപ് ക്യോ നഹി ബോൾത്തേ, നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കുന്നില്ല. തും ക്യോ നഹി പഠിത്തേ, താങ്കൾ എന്തുകൊണ്ട് കഴിക്കുന്നില്ല. ആപ് ക്യോ നഹി ഖാത്തേ, താങ്കൾ എന്തുകൊണ്ട് പോകുന്നില്ല. ആപ് ക്യോ നഹി ജാത്തേ,